നമ്മൾ മാനസികമായി സ്ട്രെസ്സോ ആൻസൈറ്റിയൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റൊമക്ക് അപ്സെറ്റ്. നമുക്ക് ഇല്ലാത്ത വയറുവേദന ഉണ്ടെന്ന് തോന്നും, എന്തെങ്കിലും ആഹാരം ദഹിക്കാതെ കിടക്കുന്നു തോന്നും, വിശപ്പില്ലായ്മ തോന്നും. നമ്മൾ പലരും ഗ്യാസ്ട്രോളജിയൊക്കെ പോയി കാണും, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യും, പക്ഷേ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. നോക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒരസുഖവും കാണില്ല. ഇതിന് പ്രധാന കാരണം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് ആയിരിക്കും. അടുത്തതായിട്ട് വളരെയധികം കണ്ടുവരുന്ന ഒന്നാണ് ബോഡി വെയ്റ്റിൽ വരുന്ന വ്യത്യാസം. ഒന്നുകിൽ പെട്ടെന്ന് തടി വെക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തടി കുറയും. അമിതമായിട്ട് ഡയറ്റ് ചെയ്യുന്നില്ല, ചെയ്യാതെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്നു. ഫുഡ് കൂടുതൽ കഴിക്കാതെ തന്നെ വണ്ണം വെക്കുന്നു. പ്രോപ്പറായിട്ട് നമ്മൾ ഫിസിഷ്യനെ കണ്ടിട്ടും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷവും നമുക്ക് ശരീരത്തിൽ ഒരു അസുഖവും ഇല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പ്രധാന കാരണം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് കാണുന്ന ഒന്നാണ് ചേഞ്ചസ് ഇൻ അപ്പിയറൻസ്. നമ്മൾ ഡ്രസ്സൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ മൂഡ് ചേഞ്ച് ആവുന്നു, അല്ലെങ്കിൽ പുതിയ വസ്ത്രത്തിനോടൊരു വിരക്തത, നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ചുളുങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വസ്ത്രത്തിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ. അടുത്തതായിട്ടുള്ളതാണ് ലാക്ക് ഓഫ് എനർജി. നമ്മുടെ എല്ലാവരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് നല്ല എനർജറ്റിക് ആയിരിക്കും. ഒന്നും ചെയ്യാനൊരു മൂഡില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളൊരു ഫീൽ വരും. ഇതും നമ്മൾ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കാതിരിക്കുക. നമുക്ക് മുഖം തരാതെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തമായിട്ട് സംസാരിക്കുന്നില്ല, എന്താണ് പ്രശ്നമെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എന്നൊക്കെ കാണുവാണെങ്കിൽ മനസ്സിലാക്കാം മാനസികമായി നല്ല സമ്മർദ്ദത്തിലാണെന്ന്. അടുത്തതായിട്ടുള്ളതാണ് പ്യുവർ ഹൈജീനിക്. കുളിക്കാൻ മടി, അല്ലെങ്കിൽ ഡ്രസ്സ് അയൺ ചെയ്തിടാൻ മടി, നഖം വെട്ടാൻ മടി. അടുത്തതായിട്ടുള്ളതാണ് റെസ്റ്റ്ലെസ്നെസ്. ഇരിക്കുമ്പോൾ തോന്നും കിടക്കണമെന്ന്, കിടക്കുമ്പോൾ തോന്നും ഇരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. റെസ്റ്റ് എടുക്കണമെന്ന് തോന്നും, പക്ഷെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. പലരും പറയാറുണ്ട്, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതിയെന്ന് തോന്നും, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ പൊതുവെ എല്ലാവരുടെയും പ്രശ്നമാണ് ബോഡി പെയിൻ. അതിൽ മെയിനാണ് തലവേദന അല്ലെങ്കിൽ വയറുവേദന. ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തോന്നും തലവേദനയാണെന്ന്, അല്ലെങ്കിൽ ഒരു വയറിന് വേദനയാണെന്ന്. ഇത് മെയിനായിട്ട് തോന്നുന്നത് സ്ട്രെസ് കൂടുതലായിട്ട് അനുഭവിക്കുന്നവരിലാണ്. അടുത്തതായിട്ട് കാണുന്ന മെയിനായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളുടെ നഖം കടിക്കൽ, അല്ലെങ്കിൽ നഖത്തിൻ്റെ തുമ്പ് കടിക്കൽ. മോതിരം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു കൗൺസിലറെ കാണുകയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയോ ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്താം.